ഒടുവിൽ അവർക്ക് മനസ്സിലായി തുടങ്ങി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടിരുന്നു. മുൻ അൽമായ ട്രസ്റ്റി CJ കുര്യന്റെ കൊച്ചുമകൻ ബ്രിഗേഡിയർ ജോ കുര്യന്റെ പേരിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ്. അത് വായിച്ചപ്പോൾ മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള യാക്കോ കുഞ്ഞുങ്ങളും കൂട്ടത്തിലുണ്ടെന്നുള്ളത്. യാക്കോബായക്കാർ ഈ ദുരിതം എത്ര നാൾ സഹിക്കണമെന്ന തലക്കെട്ടോടെയുള്ള ആ കുറിപ്പിനടിയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ആ കുറിപ്പൊന്ന് കേൾക്കാം. യാക്കോബായക്കാർ ഈ ദുരിതം എത്ര നാൾ സഹിക്കണം? കടലിലെ മീനിന് മുക്കുവൻ ഇടുന്ന പേരാണ്. യാക്കോബായ സഭയുടെ പേരും അത്തരത്തിലാണ്. ഔദ്യോഗിക പേര് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം തരാൻ ആരുമില്ല. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് എന്ന പേര് കേൾക്കുന്നതേ തീവെട്ടിക്കൊള്ളക്കാർക്ക് കലിപ്പാണ്. യാക്കോബായ സഭ സ്തുതി വെച്ചാക്കപ്പെടാത്തത് കൊണ്ടാണോ ഓർത്തഡോക്സ് എന്ന പേര് ഉപേക്ഷിച്ചത്? 2002 കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്ത യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ 2017 സുപ്രീം കോടതി വിധിയോടെ നിയമവിരുദ്ധ സഭയായി തീർന്നു. വിധിയുടെ 24 ബന്ദികയിൽ പറയുന്നത് ഇതാണ്: The formation of 2002 Constitution is the result of illegal and void exercise. നിയമവിരുദ്ധ സഭയുടെ പേരിലാണ് മോർ ഗ്രിഗോറിയോസ് ഇപ്പോൾ സർക്കുലർ എഴുതി കളിക്കുന്നത്. ഇത് കോടതി അലക്ഷ്യമാണ്. ഉഡായിപ്പിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് തന്നെ കോടതി അലക്ഷ്യമാണ്. മോർ ഗ്രിഗോറിയോസും തമ്പും സംഘവും ചോറിമാന്തി പുണ്ണാക്കിയാൽ നിങ്ങൾ തന്നെ അനുഭവിക്കും. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ നിയമവിരുദ്ധമായ നിങ്ങളുടെ ഭരണസമിതിക്ക് അംഗീകാരം നൽകിയിട്ടില്ല. പരിശുദ്ധ ബാവ നിങ്ങൾക്ക് അംഗീകാരം കൽപ്പന നൽകിയാൽ കോടതി അലക്ഷ്യ നടപടിയിൽ പെടുമെന്ന് പരിശുദ്ധ ബാവയ്ക്ക് അറിയാം. ഇത്തരത്തിലൊരു സഭയ്ക്ക് എങ്ങനെ വിശ്വാസികളെ നയിച്ചു മുന്നോട്ട് പോകാൻ കഴിയും? സഭ തിരഞ്ഞെടുപ്പ് എന്ന പ്രഹസനത്തിൽ നിന്ന് മണർകാട് പള്ളി ഉൾപ്പെടെ നിരവധി പള്ളികൾ വിട്ടുനിന്നു. സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു സഭ രൂപീകരിക്കാനോ പഴയത് നിയമപരമായി പുനഃസ്ഥാപിക്കാനോ മോർ ഗ്രിഗോറിയോസിനും സംഘത്തിനും കഴിഞ്ഞില്ല. ഒരു കാതോലിക്കയും മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റിയും ഓട്ടോറിക്ഷകൾ പോലെ മെത്രാപ്പൊലിത്തന്മാരും അച്ഛന്മാരും അൽമേരും ചേർന്നാൽ സഭയായി എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. സഭയിൽ എത്ര പള്ളികളും വൈദികരും അൽമേരും ഉണ്ടെന്നതിന് യാതൊരു നിശ്ചയവുമില്ല. ഇതിനെ സഭയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമോ? മാർത്തോമ സഭ, കത്തോലിക്ക സഭ തുടങ്ങി ഇതര സഭകളെ നോക്കി പഠിക്കണം. സഭയിൽ നിരവധി പോഷക സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, അവയ്ക്കെല്ലാം നേതൃത്വങ്ങൾ. വക്കീലന്മാർ, ഡോക്ടർമാർ, നഴ്സ്, അധ്യാപകർ, കർഷകർ തുടങ്ങി അനേക സംഘടനകൾ. എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി സഭ കരുതലോടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കണക്കും ബഡ്ജറ്റും ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം പൊതുകാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നു. ജസ്റ്റിസ് JB കോശി കമ്മീഷനിൽ യാക്കോബായ സഭ എന്തെല്ലാം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു? സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സഭയാണ് ചോദിച്ചു വാങ്ങി ജനത്തിന് നൽകേണ്ടത്. യാക്കോബായ സഭ ബഹുമാനപ്പെട്ട തോമസ് കയ്യാന്ത്ര ഷെമ്മാശന്റെ നേതൃത്വത്തിൽ സമുദായ സംഘടന രൂപീകരിക്കുന്നു എന്നത് കേട്ടതോടെ മോർ ഗ്രിഗോറിയോസിന് ഹാലിളകി. ഡിസംബർ 31 കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ സഭയിലെ എല്ലാവരും പങ്കെടുക്കണം. ഇത് അവസാന വണ്ടിയാണെന്ന ബോധ്യവും സഭാംഗങ്ങൾക്ക് ഉണ്ടാകണം. നിയമപരമായി ഇല്ലാത്ത സഭയുടെ ലാറ്റർ ഹെഡിൽ മോർ ഗ്രിഗോറിയോസിന്റെ ഒരു സർക്കുലർ. കഷ്ടം. ഇദ്ദേഹത്തിന് എന്തു പറ്റി? ആദ്യം സഭയ്ക്കും നിങ്ങളുടെ അധികാര സ്ഥാപനത്തിനും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെയോ നിയമത്തിൻ്റെയോ പിൻബലമുണ്ടാകുക. അതിനുശേഷം ഇത്തരം തമാശകൾ എഴുതി പൊതുജനത്തെ ചിരിപ്പിക്കുക. കേട്ടല്ലോ, വല്ലതും പിടികിട്ടിയോ? മുൻ അൽമായ ട്രസ്റ്റി CJ കുര്യന്റെ കൊച്ചുമകൻ ബ്രിഗേഡിയർ ജോ കുര്യൻ പറഞ്ഞത് 100% ശരിയല്ലേ? അല്ലെന്ന് കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇതിൽ കൂടുതൽ ഒരു അൽമായന് എങ്ങനെ പറയാൻ പറ്റും? ഏതായാലും സത്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തതിന് ബ്രിഗേഡിയർ ജോ കുര്യനൊരു ബിഗ് സല്യൂട്ട്.